three small identical bubbles of water having same charge on each coalesce to form a bigger bubble. Then the ratio of potential on one initial bubble and that on resultant bigger bubble is. അപ്പോൾ നമുക്ക് ഞാൻ ജനറലൈസ്ഡ് ഇക്വേഷൻ ആയിട്ട് ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് നമ്പറിന് 3 എന്ന് കൊടുത്തിട്ട് ഫൈനലി സോൾവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറഞ്ഞത് 3 അല്ലെങ്കിൽ ഞാൻ പറയുന്നു n ഐഡൻറ്റിക്കൽ സ്മോൾ ബബിൾസ്, ദേ ആർ കമ്പൈൻഡ് ടു ഫോം എ ബിഗ്ഗർ ബബിൾ. അപ്പോൾ ഇവർ തമ്മിലുള്ള ചെറിയ, അതായത് സിംഗിൾ ചെറിയ ബബിളും ഇതെല്ലാം കൂടെ ചേർന്ന് എണ്ണം കൂടെ എല്ലാം കൂടെ ചേർന്ന് വരുന്ന ബിഗ്ഗർ ബബിളും തമ്മിലുള്ള പൊട്ടൻഷ്യലുകളുടെ റേഷ്യോ. അപ്പോൾ നമുക്ക് ചാർജ്ഡ് ഡ്രോപ്പാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ജനറൽ ഇക്വേഷൻ ഞാനിപ്പോൾ എഴുതുന്നത് 1/4πε0 Q/R. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇത് സ്മോളർ ബബിളിനും ബിഗ്ഗർ ബബിളിനും എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? റേഷ്യോ കാണണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പറയാം, ഞാൻ n സ്മോൾ ബബിൾസ് ഹാവിങ് റേഡിയസ് സ്മോൾ r. അപ്പോൾ n സ്മോൾ ബബിൾസ് ഹാവിങ് റേഡിയസ് സ്മോൾ r ഈച്ച്. ഓക്കെ, അപ്പോൾ n സ്മോൾ ബബിൾസ് അല്ലെങ്കിൽ ഡ്രോപ്സ് കമ്പൈൻ ടു ഫോം എ ബിഗ്ഗർ ഡ്രോപ്പ് ഓഫ് റേഡിയസ് ക്യാപിറ്റൽ R. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് n എന്ന് പറയുന്ന നമ്പർ ഓഫ് സ്മോളർ ബബിൾസ് ആണ്, സ്മോൾ r എന്ന് പറയുന്നത് ഓരോ ബബിളിൻ്റെയും റേഡിയസ് ആണ്. ഇനി ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്ത ബിഗ്ഗർ ഡ്രോപ്പിൻ്റെ റേഡിയസ് ആയിട്ടാണ് ഞാൻ ക്യാപിറ്റൽ R എടുത്തത്. ഇപ്പം നമുക്ക് ഇക്വേഷൻ നോക്കിയേ, 4/3π ക്യാൻസൽ ചെയ്യും. അപ്പോൾ n r³ is equal to r എന്ന് വരും, ക്യാപിറ്റൽ R³. ഇനി ഇതിന് നമ്മൾ ക്യൂബ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, n⁻⁴ സ്മോൾ r is equal to ക്യാപിറ്റൽ R. ഓക്കെ, അപ്പോൾ സ്മോളർ ബബിളിൻ്റെ റേഡിയസും ബിഗ്ഗർ ബബിളിൻ്റെ റേഡിയസും തമ്മിൽ, ഡ്രോപ്പിൻ്റെ റേഡിയസും തമ്മിൽ നമ്മളൊരു റിലേഷൻ ആദ്യം ഫോം ചെയ്തു. ഇനി ഞാൻ എഴുതുമ്പോൾ VS എന്ന് പറയുന്നത് സ്മോളർ ബബിളിൻ്റെ പൊട്ടൻഷ്യൽ. ഓക്കെ, ഒരു ബബിളിൻ്റെ സ്മോളർ ബബിളിൻ്റെ VS അത് 1/4πε0, അല്ലെങ്കിൽ നമ്മൾ ജനറലി 1/4πε K എന്നെടുത്തിട്ട് ചെയ്യാറുണ്ട്, ഇത്രയും കൂടെ കൺവീനിയൻ്റ് ആണ്. ഓക്കെ, ദെൻ അവിടെ ഒരു ബബിളിൻ്റെ അല്ലെങ്കിൽ ഒരു ഡ്രോപ്പിൻ്റെ ചാർജ് Q, ഒരാളുടെ റേഡിയസ് R. ഓക്കെ, ബിഗ്ഗർ ഡ്രോപ്പിന് ഞാൻ എഴുതുമ്പോൾ 1/4πε0, ബിഗ്ഗർ ബബിളിൻ്റെ ചാർജ് നമുക്ക് ക്യാപിറ്റൽ, അതായത് n സ്മോൾ ചാർജ് ചേർന്നിട്ട് വലിയ ചാർജ് ഉണ്ടായി, ക്യാപിറ്റൽ Q. അതുപോലെ ബിഗ്ഗർ ബബിളിൻ്റെ റേഡിയസ് നമുക്ക് എന്തെടുക്കാം? ക്യാപിറ്റൽ R എന്ന് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ റേഷ്യോ ആണ്. അപ്പം ഞാൻ ഇതിനെ ഒന്നും കൂടെ മാറ്റുന്നു, 1/4πε0. n സ്മോൾ q ചാർജുകൾ ചേർന്നാണ് നമുക്ക് എന്തുണ്ടായത്? ക്യാപിറ്റൽ Q. n സ്മോൾ q ബൈ എന്താണ് നമ്മുടെ സ്മോളർ റേഡിയസും ലാർജർ റേഡിയസും നമ്മുടെ റിലേഷൻ? ദാറ്റ് ഈസ് n⁻⁴ സ്മോൾ r. നമ്മളെന്താ ചോദിച്ചത്? റേഷ്യോ ഓഫ് പൊട്ടൻഷ്യൽ ഓൺ വൺ ഇനീഷ്യൽ ബബിൾ എന്ന് പറഞ്ഞാൽ സ്മോളർ ബബിളും ആൻഡ് ദാറ്റ് ഓൺ ബിഗ്ഗർ. വി സ്മോളർ ബൈ വി ബിഗ്ഗർ എന്ന് എടുക്കുമ്പോൾ നമുക്ക് എന്താ ഉള്ളത്? 1/4πε0 ക്യാൻസൽ ചെയ്തു, Q/R. ദെൻ റെസിപ്രോക്കൽ എടുത്ത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എന്തുണ്ട്? n⁻⁴R ബൈ ആരാണ്? NQ. അപ്പോൾ Q/R R/Q ക്യാൻസൽ ചെയ്യും. മാത്രമല്ല ഞാൻ n⁻⁴ താഴേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ n⁻⁻⁻⁴. ദെൻ 1 - 1/3 2/3 ആണ്. ദാറ്റ് ഈസ് 1/n⁻²3. ജനറലൈസ്ഡ് ആയിട്ട് ഞാൻ ഇക്വേഷൻ എഴുതി. ഇനി ഇവിടെ നമുക്ക് എത്ര ഐഡൻറ്റിക്കൽ സ്മോൾ ബബിൾസ് ഉണ്ട്? 3 ആണ്. അപ്പോൾ എന്നിന് നമുക്ക് എന്ത് ചെയ്യാം? 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ
എന്ത് കിട്ടും? 1/3 raised to 2/3. അതായത് റേഷ്യോ ആകുമ്പോൾ 1/3 raised to 2/3. ഓപ്ഷൻ